കർത്താവേ എന്ന് പറയുമ്പോൾ ഒരു ലഹരി വരുന്നില്ല. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ത്യാഗം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. കർത്താവിന് വേണ്ടി ആണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ധൈര്യം വരുന്നില്ല. ഈശോയോട് ഒരു ബന്ധമില്ല, ഒരു ബിസിനസ് ബന്ധമേ ഉള്ളൂ. എന്താണ് ബിസിനസ് ബന്ധം? കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നു, ഒരു സങ്കടം വരുന്നു, അപ്പം ചെന്ന് പറയുന്നു, കർത്താവ് ഒരു ആശ്വാസമൊക്കെ തരുന്നു. ഒരു പ്രയാസം വരുന്നു, ഒരു നേർച്ചയൊക്കെ ഇടുന്നു, 2 തിരിയൊക്കെ കത്തിക്കുന്നു, അപ്പോൾ ഒരു മാറ്റമൊക്കെ വരുന്നു. ഇതാണ് ബിസിനസ് ബന്ധം. ഇതിനപ്പുറത്ത് ഈശോയെക്കുറിച്ചൊരു ഓർമ്മയില്ല. ഈശോയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരുന്നില്ല. കർത്താവിനെക്കുറിച്ച് കേട്ടാൽ കണ്ണ് നിറയുന്നില്ല. ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഭാവവ്യത്യാസവും ഇല്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ ചെറിയൊരു പോരായ്മയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ബന്ധം ആഴപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ആ ബന്ധം ആഴപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്: തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയാണ്. നീതിമാന്മാരാണ് എന്ന ധാരണയുള്ളവർക്ക് ഒരിക്കലും